അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന രണ്ട് താകളാണ് ഹാ താഗ് ബാ താഗ്. അത്താഉൽ മർബൂത്ത എന്നാണ് നമ്മൾ ഹാ താ എന്ന് വിളിക്കുന്നതിൻ്റെ യഥാർത്ഥ പേര്. ബാ താഇന് അത്താഉൽ മഫ്തൂഹ എന്നാണ് ഗ്രാമറ്റിക്കലി ഇവിടെ പറയുന്നത്. അപ്പോൾ ഏതൊക്കെ അവസരത്തിലാണ് ഹാ താ എഴുതപ്പെടുക, ഏതൊക്കെ അവസരത്തിലാണ് നമ്മൾ ബാ താ എന്ന് വിളിക്കപ്പെടുന്ന താഉൽ മഫ്തൂഹ എഴുതപ്പെടുക എന്നതാണ് നമ്മളെ ഇന്നത്തെ പാഠം. ആദ്യമായിട്ട് പറയുന്നത് താ സാധാരണ രീതിയിൽ രണ്ട് തരത്തിലുള്ളതാണ്. ഒന്ന് അത്താവുൽ മർബൂത്ത. താഉൽ മർബൂത്തക്ക് നിങ്ങളിവിടെ അടയാളങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ആ ഒരു ഫസ്റ്റ് ബ്രാക്കറ്റിൽ. അപ്പോൾ താഉൽ മർബൂത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വഖഫിൻ്റെ സമയത്ത് ഹാ ആയിട്ട് ഉച്ചരിക്കപ്പെടുന്ന താഇനാണ് താഉൽ മർബൂത്ത എന്ന് പറയുന്നത്. തുക്തവു ഇമ്മ എന്നതിന് ശേഷം രണ്ട് രൂപത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ രീതിയിലാണ് അത് എഴുതപ്പെടുകയും ചെയ്യുക. ഉദാഹരണത്തിന് ഫാത്തിമ, ഹംസ, നഷീത്ത, ഖുറ. അപ്പോൾ നമ്മൾ അത് ഫാത്തിമ എന്ന് വഖഫ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫാത്തിമത്ത് എന്നവിടെ പറയില്ല, വഖഫിൻ്റെ സമയത്ത് ഹാ ആയിട്ടാണ് ഉപയോഗിക്കുക. അങ്ങനത്തെ തായിനാണ് സാധാരണ അത്താഉൽ മർബൂത്ത എന്ന് പറയാം. അത്താഉൽ മഫ്തൂഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഹിയല്ലത്തി തബഖ, അത് എന്ത് ചെയ്യും ഫിന്നുത്ഖ അലാ ഹാലത്തിഹ, അത് അതേപോലെ തന്നെയാണ്, ഹാ ആയിട്ടല്ല ഉപയോഗിക്കുക. അത് വഖഫിൻ്റെ സമയത്തും അതല്ലാത്ത സമയത്തൊക്കെ അതിൻ്റെ താഇൻ്റെ യഥാർത്ഥ രൂപം എങ്ങനെയാണോ അതുപോലെയാണ് ഉച്ചരിക്കപ്പെടുക. മനസ്സിലായോ? അതൊരിക്കലും ഹാ ആയിട്ട് മാറുകയില്ല. ഉദാഹരണത്തിന് സൈത്ത്, അവിടെ നമ്മൾ സൈ എന്ന് പറയില്ല. മനസ്സിലായോ? ഖറഅത്ത്, സക്കത്ത, മഅലൂമാസ്, അവിടെ നമ്മൾ മഅലൂമാ, വഖഫ് ചെയ്യണ സമയത്ത് മഅലൂമാ അങ്ങനെ പറയുമോ? ഇല്ല, മഅലൂമാസ് എന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് പറയും. അങ്ങനത്തെ തായിനാണ് അത്താഉൽ മഫ്തൂഹ എന്ന് പറയാം. ഇനി ഏതൊക്കെ അവസരങ്ങളിലാണ് താഉൽ മഫ്തൂഹ വരിക, താഉൽ മർബൂത്ത വരിക എന്നതിനെ വളരെ കൃത്യമായിട്ട് ഓരോന്നെടുത്ത് പറയുകയാണ്. അപ്പോൾ ഫിഅലിൽ ഏതൊക്കെ അവസരത്തിൽ ബാത്താവ് വരും, ഇസ്മിൽ ഏതൊക്കെ സമയത്ത്, ഹർഫിൽ ഏതൊക്കെ സമയത്ത് ഈ ബാത്താവ് വരും അഥവാ താഉൽ മഫ്തൂഹ വരും എന്നാണ് നമ്മൾ ആദ്യം പറയുന്നത്. മവാദി താഉൽ മഫ്തൂഹ, താഉൽ മഫ്തൂഹയുടെ സ്ഥലങ്ങളെക്കുറിച്ച്. അപ്പോൾ തുക്തബു താഉൽ മഫ്തൂഹ ഫീമായിൽ വരാൻ പോകുന്നതിലൊക്കെ താഉൽ മഫ്തൂഹ ആയിട്ടാണ് എഴുതപ്പെടുക. ഒന്ന് ആഖിറുൽ ഫെയിലിൽ എപ്പോഴാണ് വരിക? ഫെയിലിൻ്റെ അവസാനത്തിൽ ഈ മഫ്തൂഹ എഴുതപ്പെടൽ എപ്പോഴാണ്? ഒന്ന് ഇതാ കാനത്തി താഉ അസ്ലിയൻ, ആ താ അസ്ലിയാണെങ്കിൽ, ഉദാഹരണം മാത്ത അല്ലെങ്കിൽ ബാത്ത. ആ ബാത്ത എന്നത് തന്നെയാണ് ഫിയൽ അല്ലേ? മാത്ത എന്താണ് ഫിയൽ? അസ്ലിയാണ്. അല്ലാതെ മാ എന്നായിരുന്നു പിന്നീട് അതിലേക്ക് താ ചേർന്നതാണ് അല്ലല്ലോ. അല്ല, മാത്ത എന്നുള്ളതാണ് അസ്ലിയായ ഫിയൽ. അതിൻ്റെ അവസാനത്തിൽ വന്നു കഴിഞ്ഞാൽ അത് മഫ്തൂഹായിട്ട് എഴുതപ്പെടും. രണ്ട് ഇതാക്കാന തഅത്തനീസ് ആയിക്കഴിഞ്ഞാലും മുഅന്നസിൻ്റെ താ ആയിക്കഴിഞ്ഞാലും അത് മഫ്തൂഹായിട്ട് എഴുതപ്പെടും. ഉദാഹരണത്തിന് റസത്ത് അല്ലെങ്കിൽ നാമത്ത് പോലെയുള്ള. മൂന്ന് ഇതാക്കാനത്തി താ അൽ ഫായിൽ, താ അൽ ഫായിലാണെങ്കിലും ദഫഅതു, ലഅബ്ത, ലറബ്തു, അങ്ങനെ അത് താ അൽ ഫായിലാണെങ്കിലും ഈ മഫ്തൂഹായിട്ടാണ് എഴുതപ്പെടുക. ഇപ്പോൾ ഫിഅലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഇസ്മിൽ എപ്പോഴാണ് താ മഫ്തൂഹായിട്ട് എഴുതപ്പെടുക? ഒന്ന് ഇതാക്കാനതി താവു ഫിസ്മി സുലാസി സാക്കിനിൽ വസ്ത്, സുലാത്തിയായ ഇസ്മ അതിൻ്റെ വസത്ത് നടുവാണെങ്കിൽ സാക്കിനുമാണ്. ഉദാഹരണത്തിന് ബൈത്ത് സുലാത്തിയാണ്, 3 ഹർഫുകളാണ്. അതിൻ്റെ നടുവിലുള്ളത് എന്താണ്? യാ ആണ്, അതിന് താ ആണ്. മനസ്സിലായില്ലേ? അല്ലേ? അതിന് യായിനെന്താണ്? സുക്കൂനാണുള്ളത്. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ വക്ത് എന്താണ്? ഇതുപോലെ തന്നെ സുലാത്തിയാണ്, അതിൻ്റെ അവസാനം താ ആണ്, അതിന് മുമ്പ് അതിൻ്റെ നടുവിലെ സുക്കൂനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിലും അതിൻ്റെ അവസാനത്തിൽ ഹാത്ത ആണ് ചേർത്ത് കൊടുക്കുക, ബാത്ത ആണ് ചേർത്ത് കൊടുക്കുക, ഹാത്ത അല്ല. രണ്ട് ഇതാക്കാനത്ത് അലാമത്ത് ജമ്മുൽ മുഅന്നസ് സാലിം, ജമ്മു മുഅന്നസ് സാലിമിൻ്റെ അലാമത്തായിട്ട് താ വരും അല്ലേ? മുസ്ലിമാത്ത്, മുഅ്മിനാത്ത്, അങ്ങനത്തെ താഇനും താ എഴുതപ്പെടുന്നത് മഫ്തൂഹായിട്ടാണ്. മൂന്ന് ഇതാക്കാനത്ത് ഫി ജമ്മു തഫ്സീറിൻ്റെ അവസരത്തിൽ. ഓക്കെ, അപ്പോൾ ജമ്മു മുഅന്നസ് സാലിമും അല്ല മുദക്കർ സാലിമും അല്ല, ജമ്മു തക്സീറിൻ്റെ അവസരത്തിൽ. എങ്ങനെ? മുഫ്രദത്തിൻ യന്തഹി ബി താഇ മഫ്തൂഹ, അതിൻ്റെ മുഫ്രദ് അവസാനിക്കുന്ന എന്താണ്? താ മഫ്തൂഹ വെച്ചാണ്. ഉദാഹരണം ബൈത്ത്, ഇവിടെ ബുയൂത്ത് എന്നുള്ളതാണ് ജമ്മു തക്സീർ, അതിൻ്റെ മുഫ്രദാണ് ബൈത്ത്. ആ ബൈത്ത് അവസാനിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? താ മഫ്തൂഹ വെച്ചിട്ടാണ് അല്ലേ? ബൈത്ത് അതിൻ്റെ അവസാനം താ മഫ്തൂഹാണ്. അങ്ങനത്തെ ജമ്മു തക്സീറായി വരുന്ന സമയത്ത് ആ ജമ്മു തക്സീറിലും സാധാരണ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? താ മഫ്തൂഹയാണ് ഉപയോഗിക്കുക. ഇനി ഫീ നിഹായത്തിൽ ഹറഫി, ആ ഹറഫുകളുടെ ഇപ്പോൾ നമ്മൾ ഇസ്മിൽ എവിടെയാണ് മഫ്തൂ ഉപയോഗിക്കുക, അതുപോലെ ഹറഫിൽ ഫിഅലിൽ എപ്പോഴാണ് താ മഫ്തൂ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. ഇനി
സുമ്മത്ത് അൽ മദ്മൂമ തായിന് ലൊമ്മ കൊടുക്കുന്ന സുമ്മ എന്നുള്ള ഹറഫിൻ്റെ അവസാനത്തിലെ തായും മഫ്തൂഹായിട്ട് എഴുതപ്പെടുക. അതെന്താണ്? ഹറഫ് ആത്തഫാണ്. മനസ്സിലായി? സുമ്മ എന്നുള്ളത് ഹറഫ് ആത്തഫാണ്. ഉദാഹരണത്തിന് പിന്നെ ദഖലത്ത് ഹിന്ദ് പ്രവേശിച്ചു, സുമ്മത്ത് ഫാത്തിമ, പിന്നെ ഫാത്തിമ പ്രവേശിച്ചു. അവിടെ സുമ്മ എന്നുള്ള എന്താണ്? സുമ്മത്ത് എന്നുള്ളതിന് താ മഫ്തൂഹായിട്ട് എഴുതപ്പെടുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ മഫ്തൂഹ് എഴുതപ്പെടുന്ന രൂപം പറഞ്ഞു. ഇനി നമുക്ക് മർബൂത്ത് എഴുതുന്ന രീതികൾ എപ്പോഴാണ് മർബൂത്ത് എഴുതപ്പെടുക എന്നാണ് ഇനി പറയാനുള്ളത്. ഒന്ന് അല്ല അലമുൽ മുഅന്നസ്, അലമു മുഅന്നസായ, ഉദാഹരണം ഫാത്തിമ, ഖുദറ, അലമാണല്ലോ അല്ലേ, ഫാത്തിമ ഒരു പേരാണ്. അപ്പോൾ അങ്ങനെ അത് മുഅന്നസുമാണ്. ആ അവസരത്തിൽ മർബൂത്തായിട്ട് എഴുതപ്പെടാം. രണ്ട് അല്ല അസ്മാഉൽ മുഅന്നസ ഗൈറുൽ ആലം, മുഅന്നസായിട്ടുള്ള ഇസ്മുകൾ, പക്ഷെ അത് അലമുകളല്ല. മനസ്സിലായോ? ഉദാഹരണത്തിന് ബഖറ, സബ്ബൂറ, അത് അലമുകളല്ലല്ലോ. അപ്പോൾ പിന്നെ അതിനും എന്താണ് ഉപയോഗിക്കുക? മർബൂത്തായ താണ് ഉപയോഗിക്കുക. 3 സിഫത്തുൽ മുഅന്നസ്, മുഅന്നസിൻ്റെ സിഫത്തായി വരുന്ന ആലിമത്ത്, മരീലത്ത്, അത് ഏതെങ്കിലും ഒരു പിന്നെ ഫാത്തിമ മരീലത്താണ് അല്ലെങ്കിൽ ഫാത്തിമ ആലിമത്താണ് എന്നൊക്കെ വരിക. അപ്പോൾ മുഅന്നസിൻ്റെ സിഫത്തായിട്ടാണ് അത് വരുന്നത്. അങ്ങനെയാണെങ്കിലും അതിനെ മർബൂത്തായിട്ടാണ് എഴുതപ്പെടുക. അതിൻ്റെ അവസാനത്തെ താ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. 4 ജമ്മു തക്സീറുൽ ഖാലിമിനെ തായ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ജമ്മു തക്സീർ. ആ ജമ്മു തക്സീറിൻ്റെ മുഫ്രദിൻ്റെ അവസാനം പിന്നെ താവ് മഫ്തൂഹയാണെങ്കിൽ, ഉദാഹരണത്തിന് ബൈത്ത് ജമ്മു ബുയൂത്ത്, അങ്ങനെയാണെങ്കിൽ അത് പിന്നെ മഫ്തൂഹായിട്ടാണ് എഴുതുക എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ അതിന് മുഫ്രദിൻ്റെ അവസാനം താ ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് എഴുതപ്പെടുന്നത് പിന്നെ താവ് മർബൂത്തായിട്ടാണ്. ഉദാഹരണം നെഹു ഖുലാത്ത്, അതിൻ്റെ മാലി എന്താണ്? ഖാലി എന്നാണ്. അതിൽ താ ഇല്ലല്ലോ. ബൈത്ത് പോലെ താ ഉണ്ടോ ഈ ഖാലി എന്നില്ല? ഇല്ല. ഗുസാത്ത്, അതിൽ ഖാസി എന്നാണ്. അതിൻ്റെ അവസാനം പിന്നെ താ ഉണ്ടോ അതിന് മുഫ്രദിൽ? ഇല്ല. അതുകൊണ്ട് തന്നെ അത് താവ് മർബൂത്തായിട്ട് എഴുതപ്പെടുക. 5 ലിൽ മുബാലകത്തി, മുബാലകത്തിന് വേണ്ടി ഉപയോഗിക്കും. നെഹു അല്ലാമ, നന്നായി അറിവുള്ള ആൾ, നെസ്താവ, നല്ല തറവാടിത്തമുള്ളവൻ. അപ്പോൾ അങ്ങനത്തെ ഉപയോഗിക്കുമ്പോഴും താവ് മർബൂത്തിന് എഴുതപ്പെടുക. വഫീ നിഹായ സമ്മ അൽ വറഫിയ, മനസ്സിലായോ? സമ്മ എന്നുള്ള വാക്ക് അത് ഇസ്മിഷാറാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഉപയോഗിക്കും. നേരത്തെ സുമ്മയായിരുന്നു, അത് അത്ഫായിരുന്നു. ഇവിടെ സമ്മ എന്നുള്ള എന്താണ്? ഇസ്മ ഇഷാറയാണെന്ന് മനസ്സിലാക്കണം, മാറിപ്പോയത്. ആ ലൊറഫിൻ്റെ പിന്നെ സമ്മ എന്നുള്ളത് അവിടെയും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് താവ് മർബൂത്തിയാണ്. ഉദാഹരണത്തിന് സമ്മത് റിജാലും യത്ലബൂനലാക്ക, ഒരുപാട് ആളുകളുണ്ട് പിന്നെ ഹക്കിനെ തേടുന്ന ആളുകൾ എന്നുള്ള അർത്ഥം. മനസ്സിലായോ? അപ്പോൾ അവിടെ ഹുനാക്ക എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് ഇവിടെ സമ്മ എന്ത് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള അർത്ഥം. ഇനി ചില സമയങ്ങളിൽ ഈ താ ഉൽ മർബൂത്ത നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കും? മഫ്തൂഹായിട്ട് ഉപയോഗിക്കും. എപ്പോൾ? ആ താ ഉ മർബൂത്ത ഏതെങ്കിലും ഒരു ലൊമീറിലേക്ക് ചേർത്തപ്പെടുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഇബിനത്ത് എന്നുള്ള എന്താണ്? ശരിക്കും ഇബിനത്ത് എന്നുള്ളത് താവ് മർബൂത്ത എഴുതപ്പെടുക അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇമ്രത്ത് താവ് മർബൂത്തയാണ്. പക്ഷെ അതിലേക്ക് ഒരു ലൊമീർ ചേർക്കുകയാണെങ്കിൽ, അഥവാ ഇബിനത്തിലേക്ക് ക, നിന്റെ മകൾ, അപ്പോൾ ഇബിനത്തുക്ക എന്ന് എഴുതുമ്പോൾ എന്താണ് എഴുതുക? അത് മഫ്തൂഹായ താവ് ഉപയോഗിച്ചിട്ടാണ് എഴുതുക, അല്ലാതെ എന്തല്ല മർബൂത്തായിട്ടല്ല. മനസ്സിലായോ? അത്താവുൽ മർബൂത്ത അത് തുക്തബ് എഴുതപ്പെടും, മഫ്തൂഹത്തായിട്ട് എഴുതപ്പെടും. എങ്ങനെ? ഇതാ ഉദീഫത്തിൽ കെലിമത്തിൽ മഖ്തൂമ ബിതായും മർബൂത, ആ താവ് മർബൂത്ത കൊണ്ട് അവസാനിക്കുന്ന പിന്നെ എന്ത് ചെയ്യുക? ആ കെലിമത്ത് ചേർക്കപ്പെടുകയാണെങ്കിൽ ഇലാ ലൊമീറിന് ഏതെങ്കിലും ലൊമീറിലേക്ക്, അപ്പോൾ ഇബിനത്ത് എന്നില്ല താവ് മർബൂത്ത കൊണ്ട് അവസാനിക്കുന്ന പിന്നെ ആ കെലിമത്ത് ക എന്നില്ല ലൊമീറിലേക്ക് ചേർക്കപ്പെടുമ്പോൾ അതിനെന്ത് ചെയ്യുന്നു? താവ് മർബൂത്ത താവ് മഫ്തൂഹായിട്ട് മാറുന്നു. അതുപോലെ ഇമ്രത്തുക. പിന്നെ വേറൊരു ഷർത്ത് എന്നുള്ളത് അന്നഹു യജിബു വളുഅൻ നുഖത്തൈനി അല താഇൽ മർബൂത. നമ്മൾ നേരത്തെ പറഞ്ഞു ഹാ ഉണ്ട് അല്ലേ? വജ്ഹുഹു, അവൻ്റെ മുഖം. അങ്ങനെ ആകുമ്പോൾ അവിടെ എന്തുണ്ട്? ഹാവു ലൊമീറാണ് ഇതിലുള്ളത്. മനസ്സിലായോ? ആ ഹാവു ലൊമീറും അതുപോലെ ഈ താവും മർബൂത്തയും തമ്മിൽ മാറാതിരിക്കാൻ വേണ്ടി താവുൽ മർബൂത്തിൻ്റെ അവസാനം 2 പുള്ളി ഇട്ട് കൊടുക്കണം. താവുൽ മർബൂത്തിൻ്റെ മുകളിൽ സാധാരണ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇമ്രത്ത്, അത് താവ് മർബൂത്തിയാണ്. പക്ഷേ അതിന് മുകളിൽ 2 പുള്ളി ഇട്ട് കൊടുക്കും അല്ലേ? അത് എന്തിനാണ്? ആ ഹാവു ലൊമീറുമായിട്ട് പിന്നെ സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ പുള്ളി ഇട്ട് കൊടുക്കുന്നതിൻ്റെ അർത്ഥം. ഇവിടെ അർത്ഥങ്ങളുണ്ട്, അത് നിങ്ങൾക്കറിയാം. അതുപോലെ അഖാമ, അതിൻ്റെ വ്യത്യസ്ത അർത്ഥങ്ങൾ. അഖാമത്തിൽ മഹ്കം, അഖാമത്തിൽ ഖളായി അല ബഅദിൽ മുഖാലിഫിൻ അൽ ഖാനൂൻ, പിന്നെ നിയമം ലംഘിച്ച ആളുകൾക്ക് കോടതി ശിക്ഷ വിധിച്ചു. അതുപോലെ അമറൽ ഇസ്ലാം ബിത്തർക്കി ഇഖാമത്തിൽ ജാഹിലിയ കാലഘട്ടത്തിൽ മുറുകെ പിടിക്കുന്ന ആ ഒരു ചര്യകൾ പിൻപറ്റലിൽ ഇസ്ലാം നിരോധിച്ചിരിക്കുന്നു. അവിടെ വ്യത്യസ്ത അർത്ഥമാണ് ഈ പിന്നെ അഖാമതിലിന്. അതുപോലെ യുഹത്തിത്ത് സിവാൻ മാരികൾ യുദ്ധത്തിൽ ശത്രുക്കൾക്കെതിരെയുള്ള യുദ്ധത്തിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ പ്ലാനുകൾ തയ്യാറാക്കും. യുഹത്തിത്തുൽ മുഹന്ദിസുൽ ബിനായി മജ്മായ സുക്കിനി, അതുപോലെ ഈ പിന്നെ നമ്മളെ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എഞ്ചിനീയർ എന്ത് ചെയ്യുന്നു? അത് കൃത്യമായി രേഖകൾ വരക്കുന്നു. അതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതും അർത്ഥങ്ങൾ വ്യത്യാസമാണെന്നുള്ള അർത്ഥം.
ഇനി ഫലക്ക്, സൗർ, രീഷത്ത്, സിലാഹ് ഇതിൻ്റെയൊക്കെ എന്ത് ചെയ്യുക, പിന്നെ ജംഉകൾ നിങ്ങൾ കണ്ടെത്തുക, എഴുതുക. ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ നേരത്തെ എഴുതിയതായിരിക്കും. അതുപോലെ ഉക്തുബ് ഫി ഖുറാസതി കനി തത്തവൂർ കബീർ അല്ലതി മറത്ത് അലൈഹി അസാലിബ് സിറാ മിനൽ മിഹ്റാത്തിൽ ഹസാദത്തിൽ അസ്രിയ. പണ്ട് കാലങ്ങളിൽ കലപ്പ മുതൽ ഇന്നത്തെ കാലത്ത് വ്യത്യസ്ത യന്ത്രവൽകൃത ലോകത്ത് വ്യത്യസ്ത യന്ത്രങ്ങളിലേക്ക് ഈ കാർഷിക വൃത്തി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശദീകരണങ്ങളെക്കുറിച്ച് പണ്ട് കാലം മുതൽ ഇന്നത്തെ കാലത്തെ കൃഷി വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചെറിയ വിവരണം എഴുതുക. വലാത്തൻസ അൻ തുഅബ്ബിറ അനിൽ അസ്നാഫ് അൽ ഔസാഫിൽ ഈജാബിയോ സെൽവിൽ ആലാത്തിൽ ഹദീഥ. ഇന്നത്തെ കാലത്തുള്ള പുതിയ യന്ത്രങ്ങളെക്കുറിച്ചിട്ടുള്ള നെഗറ്റീവും അതിനെക്കുറിച്ചിട്ടുള്ള പോസിറ്റീവും അതിൻ്റെ ഉപകാരങ്ങളും ഉപദ്രവങ്ങളെ കുറിച്ചും നീ എന്ത് ചെയ്യുക, വിശദീകരിക്കാൻ ഒരിക്കലും മറക്കരുത്. അപ്പം അങ്ങനെ എന്ത് ചെയ്യുക, ഈ കാർഷിക വൃത്തിയെക്കുറിച്ചിട്ട് ഒരു 10 വരി നിങ്ങൾ എഴുതി കൊണ്ടുവരിക. അപ്പോൾ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.